നിങ്ങൾ പ്രവർത്തിക്കുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും എടുത്തിട്ട് അതിൽ നിന്ന് 10-1 ദാനമായി നൽകാൻ എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അധ്വാനിക്കാത്തത് അന്യൻ്റെ കയ്യിൽ നിന്ന് സംഭാവനയായി പിരിച്ച് നിങ്ങളുടെ ചെലവ് നടത്തി മറ്റൊരുത്തന് സേവനം ചെയ്യാൻ ഒരു മതവും അനുശാസിച്ചിട്ടില്ല. അത് സേവനം വ്യവസായമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ പിടിച്ചിരിക്കാൻ ആളുകളെ കിട്ടാതെ വരും. ഭൗതിക രംഗത്ത് പണത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ മനസ്സിലാക്കാം. തൊഴിലാളിക്ക് അനുപേക്ഷണീയമായ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. സർവബന്ധങ്ങളും പരിത്യജിച്ചിട്ട് വന്ന് ലോകസേവനത്തിന് തന്നെ എഴുതി വെച്ചിട്ട് ധനം വേണ്ടത്ര കിട്ടാതെ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് ധനത്തിന് വേണ്ടി ഉഴറി ഓടുന്നത് പ്രവർത്തിക്കണ്ട എന്ന് പറയുന്നതാണ് ഉചിതം. നിങ്ങളിവിടെ പ്രവർത്തനമൊന്നും ചെയ്യണ്ട. ഇവിടെ വ്യവസ്ഥാപിതമായൊരു ഗവൺമെൻറ് ഉണ്ട്, ജനതയുണ്ട്. മതങ്ങളെ തിരിച്ചും ജാതികളെ തിരിച്ചും വർഗങ്ങളെ തിരിച്ചും കക്ഷികളെ തിരിച്ചും പൊതുസ്ഥാപനങ്ങൾ എന്ന പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതിന് അനുമതിയും കൊടുത്ത് അതിനെ പ്രാസ്ഥാനികമായി വളർത്തിയെടുത്ത് അതിന് ഉപജാപങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് അതേപോലുള്ളത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ സമാന്തരമായി വ്യക്തികളെ അതുപോലെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയാൽ അവിടെയാണ് ഈ വഴിത്തിരിവ്. വ്യവസ്ഥാപിത പൗരോഹിത്യം എന്ന് പറയുന്നതിനൊരു നിയമമുണ്ട്. ഒരു ചോദ്യം ഒന്ന് ചോദിക്കണം, വ്യവസ്ഥാപിത സന്യാസത്തിന് നിയമം വേണ്ടേ? അല്ലെങ്കിൽ ഉണ്ടോ? ശരിയാണ് സ്വാമിജി. അത് അന്വേഷിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു പൗരോഹിത്യം, വ്യവസ്ഥാപിത പൗരോഹിത്യം വരുമ്പോൾ പേപ്പർ എൻസൈക്ലിക്കൽസ് ഉണ്ട്, ഡിക്രികളുണ്ട്. ഇൻഫാലിബിൾ ആയിരിക്കുന്ന ഒരു പരമോന്നത പദവിയിൽ മറ്റൊരു രാജ്യത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ രാജ്യത്തെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നാലും ശരി, ആധ്യാത്മിക നിയമങ്ങളിലും അതിനോടനുബന്ധിച്ചു വരുന്ന ഭൗതിക നിയമങ്ങളിലും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിലും പ്രശ്നങ്ങളിലുമെല്ലാം തീരുമാനമെടുക്കുവാൻ വ്യവസ്ഥാപിതമായ ഒരു നിയമസംഹിത കത്തോലിക്കർക്കുണ്ട്, വേറൊരു തരത്തിൽ പ്രൊട്ടസ്റ്റന്റുകാർക്കുണ്ട്. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ അതിൽ നിന്ന് പൊട്ടിപ്പിരിഞ്ഞ് വ്യവസ്ഥാപിത നിയമങ്ങളില്ലാതെ പലതും പുതുതായി ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ഈ സമ്പർക്കം കൊണ്ടുണ്ടായി വന്നത്. വ്യവസ്ഥാപിത നിയമങ്ങളിലൂടെ പോകുന്ന അവയുടെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കുവാൻ ഗവൺമെന്റ് പോലും കിടിലം കൊള്ളുകയും ചെയ്യും. സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നം പുതിയൊരു ധ്രുവീകരണത്തിനിടയാക്കിയാൽ അതിശയൊന്നും വേണ്ട. പക്ഷെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ സനാതനധർമ്മത്തിൽ ഉണ്ടാക്കും. അത് സ്വതന്ത്രമായ ഇന്ത്യൻ ഭൂരിപക്ഷ ജനതയുടെ സ്വതന്ത്രമായ ജീവിത രീതിയെ ഈ സമാന്തര സന്യാസിമാരും ഈ സമാന്തര സിദ്ധന്മാരും വരുത്തിവെച്ച വിനകളിലൂടെ ഒന്നു ചേരുവാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബാധിക്കുവാനും ഇടയുണ്ടാവും.